Jungle. നമസ്കാരം. നേർവഴി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദൻ. പ്രധാന വാർത്തകൾ. പാവറട്ടി എസ്.ഐ എം കെ രമേശിന്റെ നരനായിട്ട് തുടരുന്നു. ചാർജ് എടുത്തൊരു മാസത്തിനകം നാട് ഭീതിയിലമർന്നു. എം കെ രമേശിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 യുവാക്കൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി സമർപ്പിച്ചു. ഓട്ടോറിക്ഷ ഒതുക്കി നിർത്തി കളി കണ്ട യുവാവിന് പോലീസ് മർദ്ദനം. മറ്റം സ്വദേശി ബ്രൂണോ തോമസിനാണ് പോലീസ് മർദ്ദിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനും പോലീസ് തല്ല്. അമ്മ പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് പറഞ്ഞപ്പോൾ പോലീസിന്റെ വക ബോണസ് തല്ലും. അമ്പലപ്പറമ്പിൽ രക്ഷയില്ല. ജോലി കഴിഞ്ഞ് അമ്പലപ്പറമ്പിൽ വിശ്രമിച്ചതിന് പോലീസിന്റെ വക തല്ലും പിഴയും. പാവറട്ടി എസ്.ഐക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ആവശ്യമെങ്കിൽ പൊതുതെളിവെടുപ്പ് നടത്തുമെന്ന് നേർവഴി മനുഷ്യാവകാശ സംരക്ഷണ സമിതി. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ പാവറട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ എം കെ രമേശ് നരനായിട്ട് തുടരുകയാണ്. ചാർജ് എടുത്ത ഒരു മാസത്തിനകം 100 കണക്കിന് പേർക്കാണ് പോലീസിന്റെ തെറിവിളിയും മർദ്ദനവും ഏൽക്കേണ്ടി വന്നത്. എസ്.ഐയുടെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മറ്റം സ്വദേശി ബ്രൂണോ തോമസ്, കടപ്പുറം സ്വദേശി അസ്ലമുദ്ദീൻ എന്നിവർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി സമർപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ. എസ്.ഐയിൽ നിന്ന് പ്രതികാര നടപടിയുണ്ടാവുമെന്ന് ഭയന്ന് മറ്റുള്ളവർ പരാതി നൽകിയിട്ടില്ല. പാവറട്ടി പ്രദേശം ഇപ്പോൾ പോലീസ് ഭീകരതയിൽ ഭയന്നു നിൽക്കുകയാണ്. ഓട്ടോറിക്ഷ സൈഡിൽ പാർക്ക് ചെയ്ത് ക്രിക്കറ്റ് കളി കണ്ടുനിന്നതിനും പോലീസ് മർദ്ദനം. 2015 ഏപ്രിൽ 3-ാം തീയതി വൈകിട്ട് 6 മണിയോടെ ക്രിക്കറ്റ് കളി കണ്ടുനിന്നതിനാണ് പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. മറ്റം സ്വദേശി ബ്രൂണോ തോമസിനെയാണ് പാവറട്ടി എസ്.ഐ എം കെ രമേശ് ക്രൂരമായി തല്ലിച്ചതച്ചത്. മർദ്ദനത്തിൽ ബ്രൂണോ തോമസിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തുക്കളായ രാജേഷും ഷെരീഫ് മൊയ്തീനും കൂടി ഓട്ടോറിക്ഷയിൽ സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന നേരത്ത് ഇളവള്ളി പാടത്ത് വെച്ചിട്ട് കൂട്ടുകാരൻ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ അവനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വഴി പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ജീപ്പിൽ എസ്.ഐയും സംഘവും വന്നു. രമേശ് സാറ് പറഞ്ഞു, എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു. പിന്നെ വാഗേലിക്കുള്ള വഴി ചോദിച്ചു. വാഗേലിക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണതിൻ്റെ ഇടയിൽ ആള് വണ്ടിയുടെ ഓണർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷെരീഫ് മൊയ്തീനാന്ന് പറഞ്ഞു. അപ്പോൾ ആളെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ആളോട് യൂണിഫോം ചോദിച്ചു. യൂണിഫോം ചോദിക്കുന്നതും പിന്നെ ഒരു പ്രകോപനം ഇല്ലാണ്ട് ആൾ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി ഇക്കയുടെ. എന്നിട്ട് സ്റ്റേഷനിലേക്ക് ഓടാന്ന് പറഞ്ഞു. അതിൽ കടന്ന് ചെന്ന് അവിടെ നിന്നിട്ട് സാറേ ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ വീണ്ടും ലൈസൻസ് ചോദിച്ചു. ലൈസൻസ് എടുക്കുന്നതിനിടെ പാൻറ്റിൻ്റെ പോക്കറ്റിലായിരുന്നു ലൈസൻസ്. എടുക്കുന്നതിനിടെ ആൾ കാക്കി ഷർട്ട് ചോദിച്ചു. ഞാൻ ഈ ബാഗ് നിലത്ത് വെച്ചിട്ട് ഷർട്ട് എടുക്കുന്നതിനിടയിൽ ആൾ ഓടി വന്നിട്ട് എൻ്റെ പുറത്തും നെഞ്ചിലിടിച്ചു, കഴുത്തിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞത്, ലൈസൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് തരാനും കാക്കി ഷർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കി ഷർട്ട് തരാനും നീ ആരാ സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചു. അവിടെ നിന്ന് നെഞ്ഞത്ത് ഇങ്ങനെ കുത്തിയിട്ട് കഴുത്തി തള്ളി പിടിച്ച് കൊണ്ടുപോയിട്ട് നല്ല പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇടിച്ചു. ലോക്കപ്പ് റൂം ഉണ്ടാവില്ലേ, അവിടെ ഓടാമ്പലുണ്ട്, അത് പൂട്ടിയിരുന്ന ഓടാമ്പലിനെ കൊണ്ടുപോയിട്ട് ശക്തമായി 4 പ്രാവശ്യം ആഞ്ഞിടിച്ചു. അപ്പോഴേക്കും ഞാൻ ആവശ്യമായിട്ട് അപ്പോൾ അവർ കാര്യങ്ങൾ പെട്ടെന്ന് അവർ ഓട്ടോറിക്ഷ വിളിച്ച് തരികയും അപ്പോൾ ഞങ്ങൾ വേറൊരു ഓട്ടോറിക്ഷയിൽ എന്നെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് സെൻറ്റ് ജോസ് ഹോസ്പിറ്റലിൽ പാവറട്ടിയിലെ പള്ളിയുടെ അടുത്തുള്ള ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് മകനും ക്രൂരമർദ്ദനം. പഞ്ചായത്ത് പ്രസിഡന്റ് മകനാണെന്ന് പറഞ്ഞപ്പോൾ ബോണസ് തല്ലും. തൃശൂർ കടപ്പുറം വലിയകത്ത് അഷ്റഫിന്റെ മകൻ അസ്ലമുദ്ദീൻ എന്ന +2 വിദ്യാർത്ഥിയാണ് പാവറട്ടി എസ്.ഐ എം കെ രമേശും ഒരു പോലീസുകാരനും കൂടി തല്ലിച്ചതച്ചത്. 2015 ഏപ്രിൽ 5 രാവിലെ 12-ന് എസ്.ഐ അസ്ലമുദ്ദീനെ കഴുത്തിൽ ഞെക്കി പിടിക്കുകയും തല പിടിച്ച് കുനിച്ചു നിർത്തി പുറത്ത് മുട്ടുകൈകൊണ്ട് പലതവണ ഇടിച്ചു. മുഖത്തിന്റെ ഇരുവശത്തും മർദ്ദിച്ചു. 4 മണിക്കൂറിൽ കൂടുതൽ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വിവരമറിയിക്കാതെ തടഞ്ഞുവെച്ചുവെന്നും ഒടുവിൽ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് മകനാണെന്ന് അറിഞ്ഞപ്പോൾ വിട്ടയക്കുകയുമാണ് ഉണ്ടായത്. വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ചെക്കപ്പിന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചുവരും വഴി ജീപ്പിൽ വെച്ച് ഒരു പോലീസുകാരൻ മർദ്ദിച്ചു. എൻ്റെ പേര് അസ്ലമുദ്ദീൻ. ഞാൻ വൻപേനാട് VHC പഠിക്കുന്നു. മറ്റേ +2 വിദ്യാർത്ഥിയാണ്. ഞായറാഴ്ച ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഒരു കമ്പ്യൂട്ടർ IR കോഴ്സിന് ചോദിച്ചറിയാൻ വേണ്ടി പോകണമായിക്കാണ്. എന്നെ 2 കോൺസ്റ്റബിൾമാർ വണ്ടി വന്ന് പിടിച്ച്. ലൈസൻസ് ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ലൈസൻസ് ഉണ്ട്, ഒക്കെ ക്ലിയറാന്ന് പറഞ്ഞപ്പോൾ ലൈസൻസ് വാങ്ങിച്ചിട്ട് അവർ കൊണ്ടുപോയി. എസ്.ഐ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ത്രിബിൾ വെച്ചാന്ന് പറഞ്ഞു, വേറെ പ്രശ്നം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ കേട്ടപ്പോൾ തന്നെ എസ്.ഐ എന്നെ കഴുത്ത് പിടിച്ചിട്ട് കൊണ്ടുപോയി വേറെ റൂമിക്ക്. അവിടെ പോയിട്ട് ക്രൂരമായി മർദ്ദിച്ച് അപ്പുറമൊക്കെ മലപ്പുറത്ത് കുനിച്ചെടുത്തിട്ടൊക്കെ നന്നായി കുത്തി. പിന്നെ അവിടെ നിന്ന് എണീക്കുമ്പോൾ മോന്തൊക്കെ ഒന്നൊക്കെ നടിച്ചേറി. എന്നെ പാവറട്ടി എസ്.ഐ എം കെ രമേശാണ്
മർദ്ദിച്ചത്. വിശ്രമിക്കാൻ അമ്പലപ്പറമ്പിലിരുന്നതിന് പാവർട്ടി എസ്ഐയുടെ ക്രൂരമർദ്ദനം. സ്വകാര്യ പറമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും പോലീസ് പൊക്കി. 2015 ഏപ്രിൽ 27 വൈകിട്ട് 6 മണിയോടെ തൃശൂർ പാവർട്ടി മരുതിയൂർ മന്നത്ത് ഗോപി മകൻ കണ്ണൻ എന്ന 25 വയസ്സുള്ള ആശാരി പണിക്കാരനെയാണ് പാവർട്ടി എസ്ഐ MK രമേശ് പാവർട്ടി സ്റ്റേഷനിൽ അച്ഛൻ ഗോപിയുടെ മുന്നിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയത്. കണ്ണന്റെ ഇടതു ചെവി എസ്ഐ തല്ലി തകർത്തു. സ്വകാര്യ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന കണ്ണന്റെ ബൈക്ക് കസ്റ്റഡിയിലെടുത്ത് ഒരു കാരണമില്ലാതെ 400 രൂപ പിഴ അടപ്പിക്കുകയും ചെയ്തു. 4-ാം ദിവസമാണ് ബൈക്ക് വിട്ടുകൊടുത്തത്. എൻ്റെ പേര് കണ്ണൻ. പാവർട്ടി മരുതൂര് കാളാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. കാളാനി അമ്പലത്തിൻ്റെ അവിടെ വൈകിട്ട് 6 മണിക്ക് കൂട്ടുകാരെടുത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് പാവർട്ടി SI രമേശ് സാറും വേറെ 2 പോലീസും കൂടി ജീപ്പിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ജീപ്പ് നിർത്തി. എന്നിട്ട് പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ അവിടെ വന്നതെന്ന്. അപ്പം പറഞ്ഞു, ഞാൻ പീടികയിലേക്ക് വന്നാണ് സാധനങ്ങൾ മേടിക്കാൻ. അപ്പോൾ രമേശ് സാറ് പറഞ്ഞു, സാധനങ്ങൾ മേടിക്കാൻ വന്നാൽ നീ സാധനം മേടിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ ആദ്യം മർദ്ദിച്ചു. ഇതാരുടെ വണ്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ രമേശ് സാറ് പറഞ്ഞ്, ഞാൻ വണ്ടിയുടെ പേപ്പറും ഒക്കെ എടുക്കറാന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ പേപ്പറൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ഇൻഷുറൻസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇൻഷുറൻസ് അടച്ച പേപ്പർ എൻ്റെ കൈവശം ഉണ്ടായില്ല. ഇൻഷുറൻസ് അടച്ച് ഞാൻ 24-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ്. ഞാൻ 16-ാം തീയതി ഇൻഷുറൻസ് അടച്ചു വെച്ചിട്ടുണ്ട്. ആ പേപ്പർ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു വരാനുള്ള സാവകാശം പോലും ആൾ തന്നില്ല. അപ്പോൾ ആൾ ബലമായിട്ട് ജീപ്പിൽ കയറ്റാൻ ശ്രമിച്ചു. എന്നെ അവിടെ വെച്ചിട്ട് അടിക്കുകയും ചെയ്തു. എൻ്റെ അച്ഛനെ വിവരം അറിഞ്ഞിട്ട് ഇറക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ രമേശ് സാറ് ആ സമയത്ത് കയറി വന്നിട്ട് എന്നെ അടിക്കുകയായിരുന്നു. പാവർട്ടി എസ്ഐ MK രമേശിന് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. മറ്റം സ്വദേശി ബ്രൂണോ തോമസ്, കടപ്പുറം സ്വദേശി അസലമുദ്ദീൻ, മരുതിയൂർ സ്വദേശി MG കണ്ണൻ എന്നിവരെ മർദ്ദിച്ചതിനെതിരെയുള്ള പരാതിയിലാണ് നോട്ടീസ് അയച്ചത്. 1 മാസം തന്നെ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നിന്ന് പോലീസിനെതിരെ അനേകം പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പൊതു തെളിവെടുപ്പ് നടത്തി പരാതികൾ സ്വീകരിക്കുവാൻ നേർവഴി മനുഷ്യാവകാശ സംരക്ഷണ സമിതി തീരുമാനിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.